Dears, welcome back to Arcanex. +2 സേ എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഏതൊക്കെ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തരാൻ വെറുതെ കംപ്ലീറ്റ് ടോപ്പിക്സും പഠിച്ച് ടൈം കളയരുത്. സേ എക്സാമുകാർ ഇത്ര മാത്രം പഠിക്കുക, ഇംപ്രൂവ്മെന്റുകാർ എത്ര പഠിക്കണം എന്നും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരും അല്ലേ. നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് മൊളാരിറ്റി ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ന്യൂമറിക്കൽ ഒരു മൊളാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ഡെൻസിറ്റി വെച്ചുള്ള ഒരു പ്രോബ്ലം സ്ഥിരമായി ചോദിക്കാറുണ്ട്. എനിക്കൊന്ന് സേ എക്സാം എഴുതുന്നവരാണെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കാം. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പേര് പഠിച്ചിട്ട് പോയാൽ മതി, ഈസി ആയിട്ട് അവിടുന്ന് മാർക്ക് കിട്ടും. ഇനി ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനി ഇംപ്രൂവ്മെന്റുകാർക്കാണെങ്കിൽ പോലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും ഫുൾ മാർക്കിനുള്ളത് നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റർ. ഇലക്ട്രോ കെമിസ്ട്രിയിൽ സ്റ്റാൻഡേർഡ് EMF പഠിക്കണം. നേഴ്സ്റ്റിക്കേഷൻ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ നേഴ്സ്റ്റിക്കേഷൻ എഴുതാൻ പറയും, അത് പഠിക്കണം. മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്നും അതിന്റെ പ്രോബ്ലം പഠിക്കണം. അതുപോലെ തന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ സെല്ല്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും വിത്ത് എക്സാമ്പിൾ പഠിക്കാതെ പോകരുത്. എനിക്കൊന്ന് സേ എക്സാം എഴുതുന്നവര് ആ ഒരു ടോപ്പിക് മാത്രം ഈ ഒരു ചാപ്റ്റർ ഒന്ന് കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ എക്സാമ്പിളും പഠിക്കുക. ദെൻ മെക്കാനിസം ഓഫ് കൊറോഷൻ ഇമ്പോർട്ടന്റ് ആണ്. കൈനറ്റിക്സ് എടുക്കുകയാണെങ്കിൽ സേ എക്സാം എഴുതുന്ന ആൾക്കാർ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് 4 ഡിഫറൻസ് അതൊന്ന് പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്നുള്ള ഡെറിവേഷൻ പഠിച്ച് സമയം കളയരുത്. ഒറ്റ മാർക്കിന് ഇക്വേഷൻ മാത്രമായിരിക്കും ചോദിക്കുക. എന്താണ് ഹാഫ് ലൈഫ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക, അതിന്റെ ഇക്വേഷൻ പഠിക്കുക. 1 മാർക്കിന് അരീനിയസ് ഇക്വേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. ബാക്കിയുള്ള കുട്ടികൾ ഈ ചാപ്റ്റേഴ്സ് ഈ ടോപ്പിക്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. റെഡി? ഓക്കെ, അടുത്തത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് കോൺട്രാക്ഷൻ, പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് പഠിക്കണം അല്ലേ. അതുപോലെ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയോൺ, ഡൈക്രോമേറ്റ് അയോൺ ആൻഡ് പെർമാംഗനേറ്റ് അയോൺ സ്ഥിരമായിട്ട് സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ഇവരുടെ പ്രിപ്പറേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് സേ എക്സാം എഴുതുന്നവർ അതിലേക്ക് ടൈം കളയണമെന്നില്ല. പക്ഷെ എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്നും അതിന്റെ റീസണും കോൺസിക്വൻസും ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ഇംപ്രൂവ്മെന്റിനൊക്കെ ഇരിക്കുന്ന കുട്ടികൾ ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ബിഹേവിയർ എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അതുപോലെ തന്നെ കോർഡിനേഷൻ കോംപ്ലക്സിലേക്ക് വരുന്ന സമയത്ത് ചില സമയത്ത് റയർ കേസ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് തമ്മിൽ വ്യത്യാസം ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് IUPAC നോമൻക്ലേച്ചർ. അതുപോലെ വാലൻസ് ബോണ്ട് തിയറി വെച്ച് ഹൈബ്രിഡൈസേഷൻ, ഒരു മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഈ ഒരു ചാപ്റ്റർ ഈസി ആണെന്ന് തോന്നുമെങ്കിലും വളരെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിന് സാധാരണ വരിക. NCERT ബേസ് ചെയ്ത ടോപ്പിക്കുകളാണ്. കളറും കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻസും ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഏതെങ്കിലും ഒരു 4 ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കാം. വെർണറുടെ കോർഡിനേഷൻ തിയറി എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. യെസ്. Haloalkanes and haloalkanes. Preparation using thionyl chloride. Alkyl chloride is the best reagent for the preparation of thionyl chloride is the best reagent for the preparation of alkyl chloride from alcohol. Finkelstein reaction, Schwarz reaction, differentiate SN1 and SN2 mechanism. Aryl halides are less reactive towards nucleophilic substitution reaction. ഇത്തരം ക്വസ്റ്റ്യനുകൾ ഉറപ്പിച്ച് പഠിക്കുക. ഇതിൽ ഡിഫറൻഷിയേറ്റ് SN1 and SN2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. SN1 റിയാക്ഷനും SN2 റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി സേ എക്സാം എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ ചാപ്റ്ററിൽ ഈസി ആയിട്ട് പഠിച്ചു പറ്റുന്നതാണ്. യെസ്. അടുത്തത് ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. ഇതിൽ ലൂക്കാസ് ടെസ്റ്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ സേക്കാരും ഇംപ്രൂവ്മെന്റുകാരും ഒക്കെ പഠിക്കുക. ലൂക്കാസ് ടെസ്റ്റ് എന്താണ്, ലൂക്കാസ് റിയേജന്റ് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. പിക്രിക് ആസിഡ് എന്താണ്, അതിന്റെ ആ ഒരു കെമിക്കൽ ഫോർമുല എന്താണ്, ആ കോമ്പൗണ്ട് എന്നുള്ളത് സ്ഥിരം ചോദിക്കും. ക്ലോറോബെൻസിനും ഫീനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ക്യുമീൻ ഫീനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് ബ്രോമിനേഷൻ ഓഫ് ഫീനോൾ യൂസിങ് വാട്ടർ, ബ്രോമിനേഷനും നൈട്രേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 റിയാക്ഷൻസും ഫീനോളിന്റെ പഠിച്ചിട്ടേ പോകാവൂ. റൈമറ്റൈമൻ റിയാക്ഷൻ സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പോൾ ഇംപ്രൂവ്മെന്റും സേ ഒക്കെ എഴുതുന്നവർ ആ ഒരു നെയിംഡ് റിയാക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ റൈമറ്റൈമനും കോൾസ് റിയാക്ഷനും സ്ഥിരം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. റെഡി? അടുത്തത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഇനി 3 ചാപ്റ്ററും കൂടെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. റോസൻമെൽസ് റിഡക്ഷൻ,
ക്ലെമൻസൺ റിഡക്ഷൻ, വോഫ് കിഷൻ റിഡക്ഷൻ, കാരിസ്റോ റിയാക്ഷൻ. Yes. ഇത് സ്ഥിരം ചോദിക്കുന്ന ആൾ. അതുപോലെ HVZ റിയാക്ഷൻ പഠിക്കാതെ പോകരുത്. HVZ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഏറ്റവും കൂടുതൽ നെയിംഡ് റിയാക്ഷൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ്സ്. അമൈൻസ് ചെറിയ ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഹോഫ്മൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ നെയിംഡ് റിയാക്ഷൻസ് എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ബേസിക് നേച്ചർ ഓഫ് അമൈൻ, സെക്കൻഡറി 213, സെക്കൻഡറി പ്രൈമറി ടേഴ്സറി എന്നുള്ള ഓർഡർ. ഹിൻസ്ബർഗ് റിയേജന്റ് ടെസ്റ്റ്. ആ ലൂക്കാസ് ടെസ്റ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റും കാർബിലമീൻ റിയാക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാർബിലമൈൻ റിയാക്ഷൻ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. അനിലിന്റെ നൈട്രേഷൻ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. എന്താണ് ഡയസോട്ടൈസേഷൻ, ഡയസോണിയം സോൾട്ട് പഠിച്ചു വെക്കണം. ബയോമോളിക്യൂൾസിലേക്ക് വന്ന സമയത്ത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. സ്ഥിരം ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾ പഠിക്കണം. മോണോസാക്കറൈഡും ഡൈസാക്കറൈഡും പോളിസാക്കറൈഡും ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കാതെ പോരുത്. പിന്നെ വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും ഒക്കെ ചോദിക്കാറുണ്ട്. ഓരോ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി, ഡിസീസ് ചോദിക്കാറുണ്ട്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെയാണ്. അറ്റ്ലീസ്റ്റ് 2 ചാപ്റ്റർ ഒഴിവാക്കിയെങ്കിൽ പോലും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. സേ എക്സാം എഴുതുന്ന കുട്ടികൾ സെലക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു വെക്കുക അല്ലേ. അപ്പോൾ വളരെ നന്നായിട്ട് എക്സാം എഴുതുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാം. ഓക്കെ, ബൈ ബൈ.